ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ നമ്മൾ ഇത് ഒരു ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. പല തരത്തിൽ നിന്നൊക്കെ നോക്കുവാണ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം നമ്മുടെ പുറത്ത് മഴയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് റൂമിനകത്ത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ എനിക്ക് ആവശ്യമുള്ള തുണി എടുത്തിട്ട് ഇതേ 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തതിന് ശേഷം അയൺ ചെയ്തെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓർഗൻസ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ പിടിച്ചെടുത്ത് കിട്ടത്തില്ല. അപ്പോൾ അയൺ ചെയ്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തുണി 4ആയിട്ട്, അതായത് ചുരിദാറിന് ടോപ്പാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോപ്പിന് ആവശ്യമുള്ള തുണി ഞാൻ മുറിച്ചെടുത്തതിന് ശേഷം 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മെഷർമെന്റിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിന്റെ ആ ഒരു പോർഷനാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് 6 ഇഞ്ചാണ് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. താഴത്തേക്ക് 6.5 ഇഞ്ച് കേട്ടോ. ആം ഹോളിന്റെ ആ ഒരു താഴത്തേക്കുള്ള പോർഷൻ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ബാലൻസ് ഉള്ള പോർഷൻ ഞാൻ ഇങ്ങനെ എൽ ഷേപ്പിൽ വരച്ചിടുവാണ്. ബാക്കി മെഷർമെന്റ് നമുക്ക് പോകെ മാർക്ക് ചെയ്യാം. പിന്നെ അതെ 1.25 ഇഞ്ചാണ് കേട്ടോ അവിടെ കെർവ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത്. 1.25 ഇഞ്ച് ആ മൂലയിൽ നിന്ന് അളന്നെടുത്തിട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ ചെസ്റ്റിന്റെ ആ ഒരു പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 9.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ തയ്യൽ തുമ്പും കൂടെ കൂട്ടി മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ അളവെന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ അളവുണ്ടല്ലോ, ചെസ്റ്റിന്റെ റൗണ്ടിൽ നമ്മൾ അളന്നെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടിന്റെ കൂടെ ഇപ്പം ഒരു 30 ചെസ്റ്റ് സൈസ് ആണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ എമൗണ്ടിന്റെ കൂടെ ഒരു 2 ഇഞ്ച് നിങ്ങൾ തയ്യൽ തുമ്പും കൂടി ഇട്ടെടുക്കണം കേട്ടോ. അങ്ങനെ എനിക്ക് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് കിട്ടിയ തുകയാണ് 9.5 ഇഞ്ച് എന്ന് പറയണത്. അപ്പോൾ ആ 9.5 ഇഞ്ച് ഞാൻ അവിടെ അടയാളപ്പെടുത്തി വെച്ചു. അപ്പോൾ നമുക്ക് ചെസ്റ്റിന്റെ മാർക്കിങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ താഴത്തേക്ക് എൻ്റെ സ്ലിറ്റിന്റെ ആ ഒരു പോർഷനാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ 18 ഇഞ്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ സ്ലിറ്റ് എന്ന് പറയുന്നതെല്ലാം നിങ്ങൾ നിങ്ങളുടെ മെഷർമെന്റിൽ വേണം എടുക്കാനായിട്ട്. ഞാൻ എൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് എല്ലാം എടുത്തേക്കുന്നത്. പിന്നെ സ്ലിറ്റിന്റെ അവിടുത്തെ മാർക്കിങ് ഞാൻ 10 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. 10 ഇഞ്ച് നമ്മൾ ചെസ്റ്റിന്റെ പോർഷൻ 9.5 എടുത്തത്. അതിനകത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് കൂടുതലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അങ്ങനെ എടുത്തിട്ടാണ് 10 ഇഞ്ച് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു വേസ്റ്റ് റൗണ്ട് നമ്മൾ വരച്ചു കൊടുക്കുവാണ്. നമ്മുടെ ആ ഒരു ഷേപ്പ് വരണ ആ വയറിന്റെ ഭാഗമാണ് വരച്ചു കൊടുക്കണേ. അവിടെ ഞാൻ 9.5 ഇഞ്ചാണ് ചെസ്റ്റ് എടുത്തേക്കുന്നത്. അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് 8.5 ഇഞ്ചാണ് കേട്ടോ വയറിന്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുവാണ്. അങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതേ ടോട്ടൽ ലെങ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് കേട്ടോ. ഞാൻ ഫുൾ ടോപ്പിന് എത്രയാണോ ആ തുണിക്കുള്ള ലെങ്ത് അത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അതെനിക്ക് 45.5 ഇഞ്ചായിരുന്നു കേട്ടോ ഫുള്ള് വരുന്നത്. അപ്പം നമ്മൾ സ്ലിറ്റാണ് ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി 18 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് 10 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഏറ്റവും താഴെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 12 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 12 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 10 ഇഞ്ചിൽ നിന്നും 12 ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചരിച്ചു വെച്ചൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ 10 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ചാണ് കേട്ടോ എക്സ്ട്രാ എടുത്തേക്കുന്നത് താഴത്തേക്ക്. 12 ഇഞ്ച്. പിന്നെ ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. മിനിമം നമ്മളൊരു 1 ഇഞ്ചെങ്കിലും കൂടുതൽ ഉണ്ടാവണം. ഇപ്പം 10 ഇഞ്ചിൽ നിന്ന് 11 ഇഞ്ചിലേക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 12 ഇഞ്ചാണ് കേട്ടോ ഞാൻ ഏറ്റവും താഴെ കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് കൂടുതൽ വരും തോറും താഴത്തേക്ക് കുറച്ച് വിഡ്ത്ത് ഉള്ളതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വഴിയിൽ കൂടെയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ് ഇതിനു വേണ്ടി കട്ട് ചെയ്തെടുക്കുവാണ്. ലൈനിങ് ഇതുപോലെ തന്നെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്തേക്കുന്ന മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, അത് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടെടുത്തേക്കുവാണ് കേട്ടോ തുണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ് വരുന്നത്. എനിക്ക് 10.5 ഇഞ്ച് മതി. അതുകൊണ്ടാണ് എൽബോ സ്ലീവാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം കൈനീളം വേണോ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ പിന്നെ ഇതിന്റെ വീതി എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. വീതിയും 10.5 ഇഞ്ചാണ്. ഞാനപ്പോൾ പഫ് സ്ലീവ് ഇട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഈ 10.5 ഇഞ്ച് എടുത്തേക്കുന്നത്. പഫ് സ്ലീവ് ഇടുന്നില്ല എങ്കിൽ ഒരു 9.5 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും. നമ്മളിവിടെ സ്മോൾ സൈസാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. അപ്പം അതാണ് എൻ്റെ മെഷർമെന്റ്. നിങ്ങൾ നിങ്ങളുടെ മെഷർമെന്റുകൾക്കനുസരിച്ച് മാറ്റം വരുത്തണം. അതിനുശേഷം നമ്മൾ അതൊന്ന് സ്ക്വയർ ആയിട്ട് വരച്ചെടുത്തതിന് ശേഷം ഒരു പോർഷൻ, അതായത് നമ്മൾ കൈ കുഴിയുടെ ഏറ്റവും ഒന്ന് വളച്ച് കുഴിച്ചു കൊടുക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ 4 ഇഞ്ചാണ് കേട്ടോ ഇറക്കി വെട്ടിയേക്കുന്നത്. 4 ഇഞ്ച് ഇറക്കി വെട്ടിയതിന് ശേഷം നമ്മൾ നോർമൽ സ്ലീവ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നോർമൽ സ്ലീവ് മാർക്ക് ചെയ്തതിന് ശേഷം പഫിനുള്ള ഒരു 2.5 ഇഞ്ച് ഞാൻ മേളിലേക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ വരച്ച് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഏറ്റവും താഴെ ഞാൻ 7.5 ഇഞ്ചാണ് കേട്ടോ മെഷർമെന്റ് കൊടുത്തേക്കുന്നത്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമുക്ക് 7.5 ഇഞ്ച് മതി.
അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. പിന്നീട് ഞാൻ ഈ പഫ് സ്ലീവ് വെട്ടി എക്സ്ട്രാ പഫിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ വെട്ടിയെടുത്തത്. ആ ഒരു പോർഷൻ ഞാൻ പിന്നീട് വെട്ടി മാറ്റുന്നുണ്ട്. എനിക്ക് പഫ് സ്ലീവ് വെച്ച് നോക്കിയപ്പോഴത്തേനും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ എക്സ്ട്രാ ഉള്ള 2.5 ഇഞ്ച് ഞാൻ പിന്നീട് കട്ട് ചെയ്ത് ഒഴിവാക്കിയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഷോളാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഷോളിൻ്റെ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം അതിൻ്റെ വീതി അല്പം ഞാൻ കുറയ്ക്കുന്നുണ്ട്. അത്രയും വീതി നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ വീതി ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് പാൻറ്റാണ്. പാൻറ്റിൻ്റെ അരവണ്ണം ഞാൻ 10 ഇഞ്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. 10 ഇഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ അരവണ്ണം എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 4 ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന തുകയാണ് നമ്മൾ അരവണ്ണമായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ അരവണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ബാൻഡിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് ഇതുപോലെ വിടുവാണ്. അപ്പോൾ നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ടുള്ള 2 ഇഞ്ച് ആദ്യം തന്നെ അടയാളപ്പെടുത്തി വെച്ചേക്കുവാണ്. ഇനിയാണ് നമ്മുടെ ബാൻഡിൻ്റെ മെയിൻ മെഷർമെൻറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ക്രോച്ചിൻ്റെ ഏരിയ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 11.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ആ ബാൻഡിൻ്റെ ആ ഒരു 2 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാൻഡിൻ്റെ 2 ഇഞ്ച് വിട്ടതിന് ശേഷം 11.5 ഇഞ്ചാണ് ക്രോച്ചിൻ്റെ ആ ഏരിയയിലേക്കുള്ള ലെങ്ത്ത് വരുന്നത്. ഇത് സ്മോൾ സൈസുകാരുടെ അളവുകളാണ് കേട്ടോ ഈ പറയുന്നത്. നമ്മളങ്ങനെ 11.5 ഇഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ ആ ക്രോച്ചിൻ്റെ ഏരിയയിൽ എൽ ഷേപ്പ് പോലെ ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഇവിടെയും 10 തന്നെയല്ലേ എന്ന് നോക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കണം. ആ എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കുന്ന ആ സ്ഥലത്തിൽ, അതായത് 11.5 ഇഞ്ച് വരുന്നിടത്ത് നമ്മൾ 12.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 12.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ പാൻറ്റും കട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ഇട്ടല്ല കട്ട് ചെയ്യുന്നത്, ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കുവാണ്. സ്മോൾ സൈസ് വരെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നതിൽ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് മേളിലേക്കുള്ള സൈസുകാർ വരാൻ നേരത്ത് നിങ്ങൾ സെപ്പറേറ്റ് ഇട്ട് തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അതൊന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ മെഷർമെൻറ്റുകൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി നമ്മൾ 12.5 ഇഞ്ചാണ് ആ ഒരു ക്രോച്ചിൻ്റെ ഏരിയയിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. അവിടെ നമ്മൾ നേർ പകുതി എടുക്കണം അതിൻ്റെ. അതപ്പോൾ ടേപ്പ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൃത്യമായിട്ടൊന്ന് മടക്കിയിട്ടാൽ മതി. ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അത് ഇതുപോലെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് എത്ര വേണമെന്ന് നോക്കണം. ഞാനപ്പോൾ ഇവിടെ 34 ഇഞ്ചാണ് എനിക്ക് ആക്ച്വലി വേണ്ടത്. ശരിക്കും എനിക്ക് തയ്യൽ തുമ്പ് എല്ലാം അതായത് തയ്ച്ചെല്ലാം കഴിയുമ്പോൾ എനിക്ക് 34 ഇഞ്ചാണ് വേണ്ടത്. പക്ഷെ ഞാനിവിടെ 2 ഇഞ്ച് എക്സ്ട്രാ താഴെ കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 34 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വേറെ തുണി പിടിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കറക്റ്റ് 34 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് അത്രയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് 36 ഇഞ്ച് അവിടെ വേണം. അതിന് 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ വേറെ തുണി വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇപ്പം അത് കുറച്ച് 2 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 34 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ വെക്കാത്തവർക്ക് പാൻറ്റ് മടക്കി അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഇറക്കം വേണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ആവശ്യത്തിന് ഇറക്കം വെച്ച് കൊടുക്കണം. അപ്പം നമ്മളിത് സെൻറ്റർ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സെൻറ്റർ എന്തോരാണെന്ന് ഈ 34 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് ടോട്ടൽ ലെങ്ത് മാർക്ക് താഴെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ നമ്മൾ ആ സെൻറ്റർ നമ്മൾ അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെനിക്ക് വന്നിരുന്നത് ഒരു 6.25 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ആ 6.25 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 6.25 ഇഞ്ചിൻ്റെ സെൻറ്ററായിട്ട് അതിനെ കൺസിഡർ ചെയ്തിട്ട് 2 സൈഡിലേക്ക് 3 ഇഞ്ച് 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ഈ കാണുന്നത് പോലെ. അങ്ങനെ 2 വശങ്ങളിലേക്ക് 3 ഇഞ്ച് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലൊന്ന് ഇരുവശങ്ങളിലും വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതെ നമ്മൾ 2 വശത്തും നമ്മൾ സെയിം അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എവിടം മുതലാണ് നമ്മളിങ്ങനെ വളച്ചു കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി മാർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഈ പാൻറ്റ് നമുക്ക് വളരെ എളുപ്പം തയ്ച്ചെടുക്കാൻ പറ്റുന്ന പാൻറ്റാണ് കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തേക്കുന്ന പാൻറ്റാണ്. സാധാരണ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും പാൻറ്റിൻ്റെ കട്ടിങ്ങും പരിപാടിയൊക്കെ വരുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുവശത്തും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ മാർക്കിങ്ങിലൂടെ എല്ലാം കട്ട് ചെയ്തെടുക്കാവേ. മീഡിയംകാരുടെ മെഷർമെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രോച്ചിൻ്റെ ഏരിയ ആണ്. ഞാൻ വേസ്റ്റ് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് അടയാളപ്പെടുത്തി എടുക്കണം. ക്രോച്ചിൻ്റെ ഏരിയയിൽ നിങ്ങളൊരു 12.5 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയാൽ മതി കേട്ടോ. നമ്മളിതിൽ 11.5 ഇഞ്ചാണ് ഇറക്കി കൊടുത്തേക്കുന്നത്. നിങ്ങളൊരു 12.5 ഇഞ്ച് താഴത്തേക്ക് ലെങ്ത് ഇറക്കി കൊടുക്കണം. വീതി എന്ന് പറയുന്നത് അവിടുത്തെ വീതി എന്ന് പറയുന്നത് ഒരു 13 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 13.5 ഇഞ്ചോളം നിങ്ങൾ എടുത്താൽ മതിയാവും കേട്ടോ. ബാക്കി മെഷർമെൻറ്റ് ഞാൻ ഏറ്റവും താഴത്തെ പോർഷനിൽ 3 ഇഞ്ചാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്
ഇട്ട് കൊടുത്തേക്കുന്നത്. ഏറ്റവും താഴത്തെ വീതി അത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 3.5 ഇഞ്ചോളം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഡിഫറൻസ് ഒക്കെ വരുത്തിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സെയിം ഡിറ്റോ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും താഴെ 2 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ 2 ഇഞ്ചിനുള്ള തുണിയാണ്. നമ്മൾ 6 ഇഞ്ച് ആണിപ്പോൾ ടോട്ടൽ അതിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത്. 6 ഇഞ്ച് എടുക്കാൻ കാരണം സീം അലവൻസും കൂടെ കൂട്ടിയാണ് കേട്ടോ. അത് രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ നമുക്ക് 3 ഇഞ്ചാണ് കിട്ടുന്നത്. സീം അലവൻസും കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് 2 ഇഞ്ച് കിട്ടും. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൻറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പാൻറ്റിന് നമ്മൾ ആദ്യം തന്നെ മെയിൻ ക്ലോത്തിലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ടോട്ടൽ 4 പീസാണ് ഉള്ളത്. ആ 4 പീസിൻ്റെ ഫ്രണ്ടിൽ 2 പീസ്, ബാക്കിൽ 2 പീസ്, ആ 4 പീസിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ താഴത്തെ ഭാഗത്ത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അതാണ് ഇതിനകത്തൊരു ഇച്ചിരി കുറച്ച് ടൈം എടുക്കുന്ന പണി. ബാക്കിയൊക്കെ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പാൻറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ വശവും ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 4 പീസും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ 4 പീസ് നമ്മൾ അടിച്ചെടുക്കുവാണ്. എല്ലാ വശവും നമ്മൾ അടിക്കണം, കൃത്യമായിട്ട് അടിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ 4 പീസ് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോകുന്നത്. നമ്മളിതേ ഒരു പീസ് എടുത്ത് വെച്ചു. ഫ്രണ്ടിൻ്റെ പീസാണ് ആദ്യം എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ഫ്രണ്ടും കൂടെ യോജിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ആ ക്രോച്ചിൻ്റെ ഏരിയയിലാണ് കേട്ടോ അടിച്ചു കൊടുക്കേണ്ടത്. ഈ ക്രോച്ചിൻ്റെ ഏരിയയിൽ നമ്മളിത് ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ മുഖാമുഖം നല്ല വശം ചേർത്താണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ നല്ല വശവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ക്രോച്ചിൻ്റെ ഏരിയയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുവാണ്. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം അടിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻറ്റൊക്കെ പെട്ടെന്ന് വിട്ടുപോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്താലേ നീറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ അത് വിട്ടൊന്നും പോരാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷൻ്റെ ക്രോച്ച് അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ ക്രോച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും താഴത്തെ ക്രോച്ചിൻ്റെ ഏരിയ നമ്മൾ കണ്ടായിരുന്നല്ലോ. ഫ്രണ്ടും ബാക്കും റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കണം. ആ ക്രോച്ചിൻ്റെ വശം ഒരുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ അടിച്ചു തുടങ്ങണം. പാൻറ്റിൻ്റെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ അടിച്ചു കൊടുക്കാൻ പോവാണ്. ഏറ്റവും താഴത്തെ പോർഷനാണ് നമ്മൾ ആദ്യം അടിക്കുന്നത്. അപ്പോൾ ആ ക്രോച്ചും കൂടെ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല നീറ്റായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. നമ്മുടെ മെഷർമെൻ്റ് എല്ലാം വളരെ കറക്റ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും തയ്യൽ തുമ്പും കാര്യങ്ങളൊന്നും ഇടാനായിട്ടില്ല. നമുക്ക് കറക്റ്റ് ആവശ്യത്തിലുള്ള തയ്യൽ തുമ്പ് ഇടാനായിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മറുവശം, അതായത് തൊട്ടപ്പുറത്തെ സൈഡാണ് അടിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ കൃത്യം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്നിട്ട് ഏറ്റവും താഴെ വരെ മുട്ടിക്കുന്നില്ല, ഒരു 1/4 ഭാഗം വിട്ടിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം ആ 1/4 ഭാഗം വിട്ട് അവിടെ വെച്ചേക്കുവാണ്. ഇനി നമ്മൾ ഏറ്റവും മേളിലത്തെ പോർഷനിൽ ബാൻഡാണ് ഇടുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ തയ്ച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് വിടാണ്ടൊന്നും ഇരിക്കുന്നില്ല. ഞാൻ എല്ലാ ഫുൾ റൗണ്ടിലും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആ ബാൻഡിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മടക്കി അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്കാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് അടിച്ചു തുടങ്ങാം. ഇതുപോലെ ഒന്ന് കൃത്യമായിട്ട് നമ്മൾ ആ 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2 ഇഞ്ച് ആദ്യമേ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് സ്ഥലം ഇതുപോലെ വിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതെ, കുറച്ച് പോർഷനിൽ നമ്മൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വശത്തൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ 24 ഇഞ്ചാണ് കേട്ടോ. എൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയണത് 28 ഇഞ്ചാണ്. അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ 24 ഇഞ്ചാണ് കേട്ടോ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ വിട്ട് വെച്ചിരുന്ന ആ വഴി ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. അങ്ങനെ ഇലാസ്റ്റിക് കയറ്റി നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് 2 അറ്റവും കൂടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ വിട്ട് വെച്ചിരുന്ന വശത്തും കൂടെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അവിടെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കണത് ആ ഒരു വശം കണ്ടില്ലേ, ആ ഒരു ക്രോച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ എനിക്ക് കുത്തിക്കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ തുണി ഓർഗൻസി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മേത്തിങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് അടിക്കുവാണ് കേട്ടോ. എൻ്റെ ദേഹത്തേക്ക് അത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചൊന്ന് നീറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സീം പുറത്ത് കാണാത്ത രീതിയിൽ അടിക്കാൻ പറ്റും. അതുപോലെയോ നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ക്രോച്ചിൻ്റെ ഏരിയയിൽ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മളിത് ആ വിട്ട് വെച്ചിരുന്ന വശം ഉണ്ടായിരുന്നല്ലോ അവിടെയും കൂടി ഇത് ഇതുപോലെ ഒന്ന് അടിച്ച് ക്ലോസ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് വെച്ച് കൊടുക്കാൻ പോകുന്നത് താഴെ ഒരു 2 ഇഞ്ച് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ താഴെ വെക്കുന്ന 2 ഇഞ്ച് നമ്മളിത് ഇതുപോലാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ താഴെ വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് പീസ് കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തുണി നമ്മൾ 2ആയിട്ട് മടക്കിയതിന് ശേഷം അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ നീറ്റായിട്ട് ഇത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു വശം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഇതുപോലെ തന്നെ ഒന്ന് മറിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടോ നമ്മൾ അയൺ ചെയ്യുന്നതിൻ്റെ ഗുണമാണിത്. അയൺ ചെയ്ത് നമ്മൾ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ഇതുപോലെ മടക്കി വെച്ച് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മാർക്ക് ചെയ്ത് എടുത്തതിന് കുറച്ച് നീളവും വീതിയൊക്കെ കൂടുതലായിരുന്നു. അതെല്ലാം ഞാൻ എക്സ്ട്രാ ഉണ്ടായിരുന്ന എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള അത്രയാണ് ഞാൻ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതൊന്നും അല്ലാണ്ട് ആദ്യമേ മാർക്ക് ചെയ്തെടുത്തത് മടക്കി അടിച്ചെടുക്കാനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ മടക്കി അടിക്കാനുള്ള തുണി എക്സ്ട്രാ ഇട്ടാൽ മാത്രം മതിയാവും. ഇനി നമ്മൾ കുറച്ച് സ്ഥലം വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ താഴത്തേക്ക് നമ്മൾ അടിക്കാതെ, ആ ഒരു പോർഷനും കൂടി ഇതുപോലെ ഒന്ന് അടിച്ച് ചേർത്തെടുത്തേക്കുവാണ്. അപ്പോൾ ഒരു കാല് നമുക്ക് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, മറ്റേ കാലും അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അരമണിക്കൂർ കൊണ്ട് ഞാൻ തയ്ച്ചെടുത്തേക്കുന്ന പാൻറ്റാണ്. അധികം പരിപാടിക്കൊന്നും ഞാൻ പാൻറ്റായിട്ട് നിന്നിട്ടില്ല, പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഷോളാണ്. ഷോളിൻ്റെ അറ്റം നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സ്കാലപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സ്കാലപ്പ് ചെയ്യാനുള്ള മെഷീനൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ അതുപോലത്തെ മെഷീനൊക്കെ വാങ്ങിയിട്ട് തയ്ക്കാം. അപ്പം നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെക്ക് മാർക്ക് ചെയ്യുന്നത് 4 ഇഞ്ച് വീതിയാണ് കേട്ടോ. ഫ്രണ്ട് നെക്കാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ച് വീതി, താഴത്തേക്ക് 7 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ അതുപോലെ ഒരു ബോക്സിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ആദ്യമേ തന്നെ മാറ്റുവാണ് കേട്ടോ. 4 ഇഞ്ച് വീതിയും താഴത്തേക്ക് 7 ഇഞ്ച് ഇറക്കമാണ്. അങ്ങനത്തെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിൽ ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വി നെക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും അകത്തി മാർക്ക് ചെയ്തെടുത്തത്. ഇനിയാണ് ഞാൻ വെച്ചൊക്കെ നോക്കി എടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് എങ്ങനെ ചെയ്യണം എന്ന് ഐഡിയ ഇല്ല. ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ വേണം എന്നറിയാം, പക്ഷേ ഇത് എങ്ങനെ ചെയ്തെടുക്കേണ്ടതെന്നൊരു പിടുത്തം ഇല്ലാണ്ടാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു തുണി ഇതുപോലെ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. വെച്ച് നോക്കുന്നതാണ്, ഇങ്ങനെ മതിയോ എന്ന് നമ്മൾ വെച്ച് നോക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു പീസ് 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം 3 ഇഞ്ച് വീതിയും 7 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. വീനെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ വളച്ചിതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്ത മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വീട് ആ ഒരു പോർഷൻ മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് നിവർത്തിയിടണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിലാണ് നെക്ക് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ആ ഒരു തുണിയെ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പീസ് നമ്മൾ എടുക്കണം. ഇനി ഇതുപോലെ തന്നെ ഒരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതായത് നമുക്ക് ഈ ഓവർലാപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, ഈ ഓവർലാപ്പ് പോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പീസ് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതുപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെപ്പോഴും തയ്യൽ തുമ്പ് ഒക്കെ കൂടുതൽ എക്സ്ട്രാ ഇട്ടേക്കണം. ഇതിൻ്റെ ടോട്ടൽ വീതി എന്ന് പറയണത് 9 ഇഞ്ചാണ് കേട്ടോ. 9 ഇഞ്ച് താഴത്തേക്കുള്ള ആ ഒരു ഇറക്കം നമുക്കുണ്ട്. ഈ എക്സ്ട്രാ ഉള്ള പീസിനാണ് കേട്ടോ 9 ഇഞ്ച് ഇറക്കം താഴത്തേക്കുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ കഴുത്തിൻ്റെ ആ ഒരു അളവ് നോക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. എക്സ്ട്രാ നമ്മൾ കഴുത്തകലത്തിനേക്കാൾ കൂടുതൽ തയ്യൽ തുമ്പ് ഇടണം. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ബാക്ക് നെക്കാണ് കേട്ടോ. ബാക്ക് നെക്ക് ഞാൻ 3 ഇഞ്ച് തന്നെയാണ് വീതി എടുത്തേക്കുന്നത്. കഴുത്തകലം 3 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. താഴത്തേക്ക് 4 ഇഞ്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. കഴുത്തിറക്കം 4 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അങ്ങനെ 3 ഇഞ്ച് വീതി 4 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. യു നെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നിരിക്കുവാണ്. നമ്മൾ സ്ലീവാണ് ആദ്യം തന്നെ മടക്കി അടിക്കുന്നത്. സ്ലീവിൻ്റെ അറ്റം നമ്മൾ ഇതുപോലൊന്ന് മടക്കി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്ലീവിൻ്റെ അറ്റം മടക്കി അടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു നെക്കാണ് മടക്കി അടിച്ചെടുക്കുന്നത്. നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ വീടെ പോർഷൻ ഇതുപോലെ നമ്മൾ 2 അറ്റവും മടക്കി അടിച്ചാണ് കേട്ടോ എടുക്കുന്നത്. വേറെ തുണിയൊന്നും വെച്ച് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പം ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതുകൊണ്ട് തന്നെ ഞാൻ അത് മടക്കിയാണ് എടുത്തേക്കുന്നത്. മടക്കി എടുത്തപ്പോഴത്തേനും ചെറിയൊരു പൊളച്ചിലുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ വീനക്ക് കട്ട് ചെയ്ത് അങ്ങനെ മാറ്റാൻ നേരത്ത് അത് ക്രോസ് പീസ് വരുന്നത് കൊണ്ടാണ് അതൊരു പൊളച്ചിൽ വന്നത്. അപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുത്തപ്പോഴത്തേനും അതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് രണ്ടും ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം, ക്രോസ് അല്ല, ഓവർലാപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ട്രാൻസ്പെറൻറ്റിൻ്റെ ഭാഗത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ നോർമൽ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്ക്വയർ നെക്ക്, അപ്പോൾ അത് നമ്മൾ നോർമലായിട്ട് കഴുത്തടിച്ച് മറിച്ചെടുക്കുന്നത് പോലെ തന്നെ സാധാരണ രീതിയിൽ കഴുത്തടിച്ച് മറിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി സ്ക്വയർ നെക്ക് നമുക്ക് ഇതുപോലൊന്ന് അടിച്ചെടുക്കാം. ലൈനിങ്ങിലേക്ക് നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ക്വയർ ഒന്ന് നമുക്ക് സ്ക്വയറിൻ്റെ ആ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. 1/4 ഇഞ്ചൊന്നും ഞാൻ വിടുന്നില്ല, 1/4 ഇഞ്ചിനേക്കാളും കുറവാണ് തയ്യൽ തുമ്പ് വിടുന്നത്. ആവശ്യത്തിന് മാത്രം തയ്യൽ തുമ്പ് ഇട്ടാൽ ഞാൻ തയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ തയ്ച്ചതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ മൂലകൾ വരുന്നത് കണ്ടില്ലേ, ഈ മൂലകളിൽ നമ്മളിത് ഇതുപോലെ കട്ട് കൊടുക്കണം. ഇതുപോലെ കട്ട് കൊടുത്തില്ല എങ്കിൽ നമ്മൾ മറിച്ചെടുക്കാൻ നേരത്ത് നീറ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മറിച്ചെടുക്കാം. മറിച്ചെടുത്ത് നമുക്കിത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നീറ്റായിട്ട് നമുക്ക് സ്ക്വയർ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം. പതിച്ചടിച്ച് കൊടുത്തില്ല എങ്കിൽ ഓർഗൻസ ആയതുകൊണ്ട് ഇങ്ങനെ പൊന്തി നമുക്ക് നിൽക്കും. അതുകൊണ്ട് തന്നെ ആ പതിച്ചടി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ട്രാൻസ്പെറൻറ്റിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കൃത്യമായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പേൾ പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. പേൾ പിന്ന് കുത്തി 2 വശത്തും കറക്റ്റായിട്ട് പേൾ പിന്ന് കുത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. ആ സ്ക്വയർ നെക്കിൻ്റെ നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പതിച്ചടിയുടെ തൊട്ട് മേളിൽ കൂടെ തന്നെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ 2 അടിയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, അത് വൃത്തികേടായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ തൊട്ട് മേളിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് 2 അടിയായിട്ട് നമുക്ക് മനസ്സിലാവത്തില്ല. തൊട്ട് മേളിൽ വെച്ച് തന്നെ നമ്മൾ അടിച്ചു കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് വീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര അടിപൊളി വീനൊക്കെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ നെക്ക്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കും ഇതുപോലെ തന്നെ അടിച്ച് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബാക്കിൻ്റെ പോർഷൻ ഇതുപോലെ തന്നെ നമ്മൾ കഴുത്ത് യൂനക്ക് അടിച്ചതിന് ശേഷം എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം തിരിച്ചെടുത്ത് മറിച്ചിട്ട് കൊടുത്ത് അത് പതിച്ച് അടിച്ചിട്ടില്ല കേട്ടോ. പതിച്ചടിക്കുന്നതിന് മുന്നേ ആണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ടേ ഉള്ളൂ, നമ്മൾ പതിച്ചടിച്ചിട്ടില്ല. പതിച്ചടിക്കണതിന് മുന്നേ ആണിത്. ഇനി നമ്മൾ ഷോൾഡറാണ് ജോയിൻ ചെയ്യുന്നത്. ഷോൾഡർ തമ്മിൽ പരസ്പരം ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തതിന് ശേഷമാണ് ബാക്ക് നമ്മൾ പതിച്ചടിക്കാൻ പോകുന്നത്. അപ്പോൾ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൻ്റെ ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രണ്ടിൻ്റെ ഷോൾഡർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളങ്ങ് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൻ്റെ ഷോൾഡറിനെ നമ്മൾ ബാക്ക് പീസിൻ്റെ ഷോൾഡറിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൊണ്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുവാണ്. അപ്പം നല്ല വശമാണ് മുഖാമുഖം ചേർത്ത് വെക്കേണ്ടത്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ സീം കാണാതെ ഷോൾഡർ യോജിപ്പിക്കുന്ന രീതി കേട്ടോ. വളരെ എളുപ്പത്തിലാണ് ഞാനിത് പറഞ്ഞു തന്നേക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ 2 ഷോൾഡർ നമ്മൾ അതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ അതേ പഫ് സ്ലീവ് ചെയ്തെടുത്തേക്കുവാണ്. പക്ഷേ ഈ പഫ് സ്ലീവ് അല്ല ഞാൻ വെച്ച് കൊടുക്കുന്നത്. പഫ് സ്ലീവ് എനിക്ക് ചേരുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അത് അഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ പഫ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നോർമൽ മെഷർമെൻറ്റിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലീവ് പിടിപ്പിക്കുന്ന രീതി ഇതുപോലെ തന്നെയാണ് കേട്ടോ. കൃത്യം നമ്മൾ 2ആയിട്ട് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ നിന്നാണ് നമ്മൾ അടിച്ചു തുടങ്ങുന്നത്. സെൻറ്ററിൽ നിന്ന് അടിച്ച് നമ്മൾ ഒരു സൈഡിലേക്ക് ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മറ്റേ സൈഡ് നമ്മളത് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. 2 തവണ നമ്മൾ സെക്യൂർ ചെയ്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊടുത്തതിന് ശേഷം സ്ലീവും പിടിപ്പിച്ച് കഴിഞ്ഞു. നമ്മുടെ ഓൾമോസ്റ്റ് സ്റ്റിച്ചിങ്ങും പരിപാടിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് റൗണ്ട് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന എമൗണ്ടാണ് കേട്ടോ ചെസ്റ്റിൻ്റെ അവിടെ വരച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ എൻ്റെ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് 17.5 ഇഞ്ചാണ് താഴത്തേക്ക് ഇറക്കാൻ കൊടുത്തേക്കുന്നത്. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 17.5 ഇഞ്ചാണ് കേട്ടോ. എനിക്ക് 17.5 ഇഞ്ചാണ് വേണ്ടത് കറക്റ്റ് അളവ്. അതുകൊണ്ടാണ് ഞാൻ 17.5 ഇഞ്ച് എടുത്തേക്കുന്നത്. നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് സ്ലിറ്റ് ഇറക്കാൻ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. അപ്പോൾ 17.5 ഇഞ്ചിൻ്റെ അവിടെ ഞാനൊരു 8.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
പിന്നെ എൻ്റെ ആ ഒരു വയറിൻ്റെ അവിടുത്തെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുവാണ്. ഇതൊന്നും ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഇപ്പം നിങ്ങളുടെ അളവിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പ് ഉണ്ടാകും. ആ ടോപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിലേക്ക് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്കിങ്ങിലൂടെ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം മാർക്കിങ്ങിലൂടെ നമുക്ക് ഇരുവശങ്ങളിലും ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു വശമാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 4 തുണിയും നമ്മൾ കൃത്യമായിട്ട് എടുത്ത് വെച്ച് കൊടുക്കണം. ഇതിന് മുന്നേ ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല, വളരെ പെട്ടെന്ന് തയ്ച്ചെടുത്തത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇരുവശങ്ങൾ നമ്മൾ ഷേപ്പെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലിറ്റാണ് അടിക്കാൻ പോകുന്നത്. സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ അവിടെ നിന്ന്, ആ ഒരു സ്ലിറ്റിൻ്റെ അവിടുത്തെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഞാനൊരു 1.25 ഇഞ്ചാണ് കേട്ടോ സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1.25 ഇഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഏറ്റവും താഴെ നമ്മൾ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ആ 12 ഇഞ്ചിലേക്ക് നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ എക്സ്ട്രാ ഉള്ള എല്ലാ തുണിയും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത് ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴത്തുനിന്ന് നമുക്ക് കൃത്യമായിട്ട് വെച്ച് മടക്കി അടിച്ചെടുക്കാം കേട്ടോ. എക്സസ് ആയിട്ടുള്ള പോർഷൻ എല്ലാം നിർബന്ധമായിട്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം, ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്ലിറ്റ് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഓർഗൻസ പോലുള്ള തുണികളിൽ സ്ലിറ്റ് അടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കോട്ടൺ തുണികളിലൊക്കെ വളരെ എളുപ്പം നമുക്ക് സ്ലിറ്റ് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മളത് ആ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ വരെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഇവിടെ നമ്മളൊരു സ്ക്വയർ രീതിയിലാണ്, ഹാഫ് സ്ക്വയർ ആ ഒരു രീതിയിലാണ് കേട്ടോ സ്ലിറ്റിൻ്റെ അവിടെ അടിച്ചെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. കുറച്ച് ക്ഷമയോടെ ചെയ്താൽ മതി. ഈ ഒരു പോർഷൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ 2ആയിട്ട് കൃത്യം നിങ്ങൾ മടക്കി വെച്ച് നല്ല നീറ്റായിട്ട് മടക്കി വെച്ച് കൊടുക്കണം. എക്സസ് ആയിട്ടുള്ള പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ മാറിക്കിട്ടും. പിന്നെ ഓർഗൻസ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം ബുദ്ധിമുട്ടുണ്ട് നമുക്കൊന്ന് സ്ലിറ്റ് അടിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് സസൂക്ഷ്മം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്ലിറ്റ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലിറ്റിൻ്റെ പോർഷനും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ സ്ലിറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് അറ്റാൻ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. ഇനി നമുക്ക് ഏറ്റവും താഴത്തെ പോർഷനും മടക്കി അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതായത് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇട്ട് നോക്കിയതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഫിറ്റിങ്ങിലൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ ചുരിദാർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് എംബ്രോയിഡറി വർക്കും കൂടെ ചെയ്തതിനൊന്ന് അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.